താജ്മഹലിന് നേരെ വ്യാജ ബോംബ് ഭീഷണി. ആഗ്ര ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഈ ഭീഷണി സന്ദേശം അയച്ചത് ആരാണ്? എന്തെങ്കിലും വിവരം അത്തരത്തിൽ ലഭിക്കുന്നുണ്ടോ? അസിത, അത്തരത്തിലൊരു വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഈ ഉത്തർപ്രദേശ് ടൂറിസത്തിന്റെ റീജിയണൽ ഓഫീസിലേക്കാണ് ഇമെയിൽ സന്ദേശമായി ഇത്തരത്തിലൊരു വ്യാജ ബോംബ് ഭീഷണി എത്തിയിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. താജ്ഗഞ്ച് പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ ഈ വ്യാജ ഭീഷണി സന്ദേശം എത്തിയതിന് പിന്നാലെ തന്നെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഈ സ്ഥലത്ത് എത്തിച്ചേരുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ തിരച്ചിലിൽ ഉൾപ്പെടെ ഒരു സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേസമയം ഈ ഒരു കുറച്ചു നാളുകളായി വ്യാജ ഭീഷണികളുടെ സംഭവങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. സ്കൂളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള സന്ദേശങ്ങൾ വരുന്ന സാഹചര്യത്തിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ ഉൾപ്പെടെ ഇതുമായി സംബന്ധിച്ച ഈ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് കർശനമായ നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. അസിത. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.